ഒരു ഗ്രാമത്തെയാകെ കൈയടക്കിയിരിക്കുകയാണ് പരദേശികളായ ആഫ്രിക്കൻ ഒച്ചുകൾ. രാക്ഷസ ഒച്ച് എന്നും ഇവർക്ക് നാമമുണ്ട്. കിഴക്കൻ ആഫ്രിക്കയാണ് ഇവയുടെ ജന്മദേശം. തിരുമിറ്റക്കോട്, നാഗലശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങൾ ഇന്ന് ആഫ്രിക്കൻ ഒച്ചുകളുടെ വിഹാര കേന്ദ്രമാണ്. ജീവജാലങ്ങളും സസ്യങ്ങളും എന്തിനേറെ പ്രദേശങ്ങളിലെ വീടുകളുടെ ഭിത്തികളും മതിലുകളും കോൺക്രീറ്റുകൾ ഉൾപ്പെടെ ഇവരുടെ ഭക്ഷണമാകുമ്പോൾ ഇവിടെ എന്തവശേഷിക്കാനാണ്? മഴക്കാലമായതോടെ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യവും വ്യാപകമായി കഴിഞ്ഞു. ഇവയുടെ ശല്യം സഹിക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ് നാട്ടുകാർ. വീടുകളിൽ നട്ടുനനച്ച് പരിപാലിക്കുന്ന ചെടികൾ തിന്നു തീർക്കുന്നതിനോടൊപ്പം മണൽ, സിമന്റ് എന്നിവയും ഇവയുടെ ഭക്ഷണമാകുന്നു. വീടുകളിലെ കിണറുകളിൽ ഇവയുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയതായും കുടിവെള്ളത്തിന് നിറവ്യത്യാസം കാണുന്നതായും നാട്ടുകാർ പറയുന്നു. ഇവയുടെ വിസർജ്യം ജലത്തിൽ കലർന്നാൽ മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇവയെ പൂർണമായും ഇല്ലാതാക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ ദുരിതത്തിലാണ് നാട്ടുകാർ. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കെട്ടിടത്തിന്റെ മതിലിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി ഒച്ചുശല്യമുണ്ട്. കൂടാതെ നാഗലശ്ശേരി പഞ്ചായത്തിലെ ചില ഭാഗങ്ങളും ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യമുണ്ട്. തൃത്താല പഞ്ചായത്തിലെ ചില ഭാഗങ്ങളിൽ ഇവയുടെ സാന്നിധ്യമുണ്ടെങ്കിലും എണ്ണത്തിൽ കുറവാണ്. പ്രതികൂലാവസ്ഥയിൽ 3 വർഷം വരെ തോടിനുള്ളിൽ സമാധിയിരിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട്. അതിനാൽ ഇവയെ നശിപ്പിക്കുക അത്ര എളുപ്പമല്ല. ഇത്തരം ഒച്ചുകൾക്ക് ലിംഗവ്യത്യാസമില്ല. വർഷത്തിൽ 5 മുതൽ 6 തവണ മുട്ടകളിടും. ഓരോ പ്രാവശ്യവും 800 മുതൽ 900 മുട്ടകൾ വരെ ഉണ്ടാകും. 90% മുട്ടകളും വിരിയാറുമുണ്ട്. പകൽ സമയങ്ങളിൽ ഇവ മണ്ണിനടിയിൽ ഉഴുന്നിറങ്ങി ഒളിച്ചിരിക്കും. ഇരതേടലും സഞ്ചാരവും രാത്രിയിലാണ്. കാബേജ്, പപ്പായ എന്നിവയുടെ ഇലകൾ ഒച്ചിനെ ആകർഷിക്കും. അതിനാൽ കുഴിയെടുത്ത് ഇവയുടെ ഇലകൾ വിതറിയ ശേഷം കയ്യുറകൾ ധരിച്ച് ഒച്ചെത്തുമ്പോൾ അവയ്ക്ക് മുകളിൽ ഉപ്പിട്ടാണ് നശിപ്പിക്കുന്നത്. കൂടാതെ പുകയില കഷായം, തുരിശുലായിനി എന്നിവയും ആഫ്രിക്കൻ ഒച്ചുകളെ ഇല്ലാതാക്കാൻ ഉപയോഗിച്ചു വരുന്നുണ്ട്.